നമസ്കാരം. ULM കേരള ചാനലിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ 16, 17 എന്നീ തീയതികളിൽ തിരുവനന്തപുരം OIOP ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ രാവിലെ 10 മണി മുതൽ OIOPയുടെ മീറ്റിങ്ങും പ്രതിഷേധ റാലിയും നിരാഹാര സമരവും നടത്തുകയുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോകാം സമര ദൃശ്യങ്ങളിലേക്ക്. നേതൃത്വമേ ഏതായാലും ഇതേ രീതിയിലൊരു നിരാഹാര സമരം ഇവിടെ സംഘടിപ്പിക്കുവാൻ മുന്നോട്ട് വന്ന എല്ലാ മഹൽ വ്യക്തികൾക്കും ഇതിന്റെ നേതൃത്വം, അവരുടെ എല്ലാം പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പേ ശക്തമായ ഒരുക്കത്തോടുകൂടി ഇത് നടത്തുവാനായിട്ട് മുന്നോട്ട് വന്നവർക്ക് ആദ്യമായി ഞാൻ എന്റെ നന്ദി തെരഞ്ഞെടുക്കപ്പെട്ട KV തോമസിന് 3 പെൻഷനുണ്ട്. ഏകദേശം 1,80,000 രൂപ പെൻഷൻ വാങ്ങുകയാണ് KV തോമസ്. അതുകൂടാതെയോ സർക്കാരിന്റെ 1,32,000 രൂപ പെൻഷൻ വേറെ. എന്ത് അഴിമതിയാണ്! ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷന് ഇതിനകത്ത് ഐക്യരാഷ്ട്രം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്നത് നാളെയുടെ. അങ്ങനെ നോക്കുമ്പോൾ ആ 1.5% ആൾക്കാർക്ക് വേണ്ടി മാത്രമായി നമ്മുടെ ആഭ്യന്തര വരുമാനത്തിന്റെ 60% തുക ചെലവഴിക്കുന്നു. നമ്മുടെ അഭിമന്യനായ നേതാക്കന്മാരിൽ പഴയ നമ്മുടെ OIOPയുടെ പ്രസിഡന്റ് ജോർജ് ജോസഫ് സാറിന്റെ പ്രസംഗം വളരെ കൗതുകത്തോടെയാണ് ഞാൻ കേട്ടിരുന്നത്. മാത്രമേ ഉള്ളൂ, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം. ആര് വിചാരിച്ചാൽ എത്തിക്കേണ്ടത്? ഇത് വിചാരിക്കുന്ന ആൾക്കാര് പത്രമാധ്യമങ്ങളാണ്. ഹലോ, ബഹുമാന്യനായ കൺവീനർ, സ്റ്റേറ്റ് കൺവീനർ, ജില്ലാ കൺവീനർ, മറ്റ് സമരം വിളിക്കുന്ന മറ്റ് ബന്ധപ്പെട്ടവന്മാർ, ഇവർക്കെല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് 2 വാക്ക് പറയാം. 7 വർഷം കൊണ്ട് രൂപം കൊണ്ട ഈ പ്രസ്ഥാനം ഇന്നോളം ഇവിടെ 1.5 വർഷം കൊണ്ട് 5ഓളം സമരങ്ങൾ നടത്തി. 6ാമത്തെ സമരമായ ഇത് വിജയിപ്പിക്കണമെന്നുള്ളതാണ് ഓരോ അംഗങ്ങളുടെയും ആഗ്രഹം. കേരള സർക്കാർ പെൻഷൻ കൊടുക്കുന്നോ ഇല്ലയോ, സാർവത്രിക പെൻഷൻ അനുവദിച്ച് നൽകണം എന്നുള്ള ഒരൊറ്റ മുദ്രാവാക്യമേ നമുക്ക് പറയാനുള്ളൂ. ഇപ്പോൾ വയോജന ക്ഷേമ കമ്മീഷൻ രൂപീകരിച്ചു. എന്തിനാണെന്നറിയാം? പണം ചെലവാക്കാൻ വേണ്ടി, ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രം. ഒരു ഉദാഹരണം പറയാം. കേന്ദ്ര സർക്കാർ റെയിൽവേ 60 വയസ്സ് കഴിഞ്ഞവർക്ക് റെയിൽവേ ഇളവ് അനുവദിച്ചിരുന്നു. അത് 4 വർഷം കൊണ്ട് കട്ടിയിൽ വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ സംസ്ഥാന സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ കൂടി പറയുന്നു. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഒരു 25 കിലോമീറ്ററെങ്കിലും കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സൗജന്യമാക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. വയോജനങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ പോകാനോ, ബന്ധുവീട്ടിൽ പോകാനോ, ആശുപത്രിയിൽ പോകാനോ സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്ക് പറയാനുള്ളൂ. അത് കേരള സർക്കാർ പാലിക്കണം. പിന്നെ ഈ പെൻഷൻ ഈ സർക്കാർ അല്ലെങ്കിൽ അടുത്ത സർക്കാർ 10,000 രൂപ നമുക്ക് തരും എന്നൊരു ഉറപ്പുണ്ട്. മറ്റ് ഭാരവാഹികളെ, ഈ സമരപ്പന്തലിൽ സമരം നടത്തുന്ന ഭടനായകന്മാർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് 2 വാക്ക്. ഇന്ന് ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ഈ സംഘടന രൂപം കൊണ്ടത് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഇന്ന് മാറി മാറി വരുന്ന പല രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. പാർലമെന്റിലോ നിയമസഭയിലോ ആ വയോജനങ്ങൾക്ക് വേണ്ടി ഒരക്ഷരം മിണ്ടാനോ ഒരു അണിവരം ചലിപ്പിക്കാനോ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും വേണ്ടി രൂപം കൊണ്ട ഒരു സംഘടനയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ. നമുക്കറിയാം, ഇന്ന് 2,000 രൂപ വയോജനങ്ങൾക്ക് വേണ്ടി പെൻഷൻ അലോട്ട് ചെയ്തിരിക്കുന്നു. അവർക്ക് അത് എന്തിനാണ്? സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ജീവൻ രക്ഷാ മരുന്നിന്റെ വില വർദ്ധനവ് ഈ കാലഘട്ടത്തിൽ അവർക്ക് ഈ 2,000 രൂപ കൊണ്ട്
എന്ത് സാധിക്കാൻ പറ്റും, എന്ത് മേടിക്കാൻ പറ്റും? നമുക്കറിയാം ഈ നാടിലെ വൃദ്ധസാധനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രായമായ അച്ഛനും അമ്മയും അവർക്ക് വേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അവരെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക വരുമാനമില്ല. ആര് ഭരിച്ചാലും ഇനി വരാൻ പോകുന്ന സർക്കാരായാലും ആരായാലും അവർക്ക് അനുവദിച്ചു കൊടുക്കണമെന്നും അതിന് ആവശ്യപ്പെടുകയാണ് ഈ അവസരത്തിൽ. അല്ലെങ്കിൽ വരുന്ന പഞ്ചായത്ത് ഇലക്ഷന് ആര് ഭരിക്കണമെന്ന് വൺ പെൻഷൻ തീരുമാനിക്കും. നമുക്കറിയാം ഇന്ന് കേരളത്തിലെ ഏത് ജയിലിൽ കിടക്കുന്നവർക്കും ഡെയിലി 650 രൂപ ഡെയിലി വരുമാനമാക്കിയിരിക്കുകയാണ്. ആ കുറ്റവാളികൾ വീണ്ടും കുറ്റം ചെയ്യാനാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. ഇന്നെല്ലാവരും എല്ലാം കുറ്റം ചെയ്ത് ജയിലിൽ പോകാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? വരുമാനം കിട്ടുന്നു, നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്നു. പിന്നെന്തുകൊണ്ട് കുറ്റം ചെയ്യാൻ അവർക്ക് മടി കാണിക്കുന്നില്ല? അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്ക്, വയോജകർക്ക് വേണ്ടി ഒരു 10,000 രൂപ സർക്കാർ അനുവദിച്ചാൽ അത് ഏറ്റവും വലിയ ഒരു സാമ്പത്തികമായി എല്ലാം അവർക്കൊരു പുണ്യം കിട്ടുന്ന പ്രവൃത്തിയാണെന്ന് കൂടി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. എന്തായാലും ഈ ഒരു അവസരം തന്ന എല്ലാവർക്കും വൺ പെൻഷന്റെ ഭാരവാഹികൾക്കും ഇതിന്റെ സംഘാടകർക്കും എന്റെ ജീവിതമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എന്നാലും എൻ്റെ ഏറ്റവും അടുത്ത മകൻ എന്ന രീതിയിലുള്ള ഫാദ്ബായിയുടെ ക്ഷണമനുസരിച്ചാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. പ്രവർത്തിച്ചിരുന്ന നേതാക്കന്മാർ ഇരിക്കുമ്പോൾ 2 വാക്ക് പറയാൻ ആഗ്രഹിച്ചിരുന്നു. അവർക്ക് വേണ്ടി, അവരുടെ മനസ്സ് മാറുവാൻ വേണ്ടി, അതുപോലെ മരണം വരെ ഇതുപോലെ നിരാഹാരം എടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലെങ്കിൽ നീ നമ്മുടെ ആവശ്യം നടപ്പിലാവാൻ നമ്മൾ തയ്യാറായിക്കൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് വരാൻ തയ്യാറാണെന്ന് എല്ലാ സഹപ്രവർത്തകര്, ഇന്നത്തെ മീറ്റിംഗ് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് കൺവീനർ പകൃഷ്ണൻ, അതുപോലെ തന്നെ ശ്രീമാൻ ജോയിന്റ് കൺവീനർ അനിൽ സോവര, മീഡിയ കൺവീനർ സദാർ സതീർ, ട്രഷറർ ബിജു തങ്കപ്പൻ, ഒപ്പം തന്നെ സ്വാഗത സംഘ കൺവീനറായ അസീം നവാബ്. അതിനോടൊപ്പം ഇത്രയും ദൂരങ്ങൾ പ്രായം പോലും വകവയ്ക്കാതെ നമുക്കൊപ്പം ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും നമുക്ക് വേണ്ടി, നമ്മുടെ വയോവൃദ്ധർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുവാനും ഈ വേദിയിൽ നിരാഹാരം നമ്മുടെ സ്റ്റേറ്റ് കൺവീനർ ഭഗത് നോർത്തിൻ്റെ നേതൃത്വത്തിൽ ഉൾപ്പെടുന്ന 5 സംഘം നിരാഹാര സമരം ഇരിക്കണമെന്ന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. AP ജനൻ സാറിനെ സാറില്ലെങ്കിലും നന്ദിയോടെ സ്മരിക്കുന്നു. നമ്മുടെ സ്റ്റേറ്റ് കോർഡിനേഷൻ്റെ പേരിലും തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിൻ്റെ പേരിലും സാറിന് നന്ദി അർപ്പിക്കുന്നു. നമ്മൾക്കു ആജയം India 1%